FC ബാഴ്സലോണ റയൽ മാഡ്രിഡ് സൂപ്പർ കോപ്പ ഫൈനലിനെ കുറിച്ച് നമുക്കൊന്ന് പ്രഡിക്ഷൻ നടത്തി നോക്കിയാലോ. എന്താണ് ആരാണ് എന്നുള്ളതൊക്കെ ഞാൻ ഏറ്റവും അവസാനം പറയാം. എന്തായാലും ഇതിനകത്തുള്ള 3 പോയിന്റ്സ് അതാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ എൽ ക്ലാസിക്കോ, ഈ സീസണിലെ ആദ്യത്തെ എൽ ക്ലാസിക്കോ കഴിഞ്ഞപ്പോൾ ഒരു ചെറിയതല്ല ഒരു വലിയ കടം ബാഴ്സലോണയ്ക്ക് വീട്ടാനായിട്ട് ഇങ്ങനെ ബാക്കി കിടപ്പുണ്ടെന്നുള്ളതാണ്. ബാഴ്സലോണയ്ക്ക് മാത്രമല്ല, യമാലിനും. അതുകൊണ്ട് തന്നെ ഈ ഒരു മാച്ച് കുറച്ച് പേഴ്സണൽ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിലവിലെ ഇവരുടെ രണ്ടുപേരുടെയും, അതായത് FC ബാഴ്സലോണയുടെയും യമാലിൻ്റെയും ഫോം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റയൽ മാഡ്രിഡ് കുറച്ചധികം വേർക്കും. അതിന് പറ്റുന്ന ഒരു അവസരത്തിൽ തന്നെയാണ് റയൽ മാഡ്രിഡ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫെൻസീവ്ലി ആരിവരെ എല്ലാം പിടിച്ച് കെട്ടും എന്നുള്ളത്. അതായത് ബാഴ്സലോണയുടെ റഫീനിയ, റൂണി ബാർബേജി, ഫെറാൻ ടോറസ്, ഫെർമിൻ ലോപ്പസ്, ഇങ്ങനെ ഒരു വലിയ പട തന്നെയുണ്ട്. ഇവന്മാരെയൊക്കെ ആരാണ് റയലിൽ നിന്ന് പിടിച്ച് കെട്ടാനായിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉത്തരമില്ല തന്നെയാണ്. ഇനി ടിബോ കോർട്ടുവ ഒറ്റയ്ക്ക് എത്ര മാത്രം പരിശ്രമിക്കും എന്നുള്ളത് മാത്രം നമുക്ക് ഫൈനലിൽ കാത്തിരിക്കാം എന്നുള്ളതാണ്. 2 സൂപ്പർ കോപ്പയുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എഡ്ജ് ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അത് റയൽ മാഡ്രിഡിനാണെന്നുള്ളത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, കഴിഞ്ഞ സീസണിൽ ജയിച്ചിരിക്കുന്നത് ബാഴ്സലോണയാണ്. അടുത്ത സീസൺ എപ്പോഴും ഒരു റിപ്പീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ റയൽ മാഡ്രിഡ് ആയിരിക്കും ജയിക്കുക. അതുപോലെ തന്നെ 2 വർഷം അടുപ്പിച്ച് ജയിക്കാൻ സാധിച്ചിട്ടുള്ളതും റയൽ മാഡ്രിഡിനാണ്, ബാഴ്സലോണയ്ക്കല്ല എന്നുള്ളതും ഒരു കാര്യമായിട്ട് കിടപ്പുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇരു ടീമുകൾക്കും ഏകദേശം തുല്യമായ വിജയം തന്നെയാണ്, അല്ലെങ്കിൽ തുല്യമായ ട്രോഫി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെയോ ഈ ഒരു കാര്യത്തിൽ, സൂപ്പർ കോപ്പയുടെ കാര്യത്തിൽ ഒരു ചെറിയ എഡ്ജ് ആർക്കാണ്? റയൽ മാഡ്രിഡിനാണ് എന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നു. 3 കോച്ചുമാരുടെ കാര്യത്തിലാണ് കേട്ടോ. എന്തായാലും ഫ്ലിക്കിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാൻസി ഫ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ഫൈനലിൽ തോൽക്കുക എന്ന് പറയുന്ന ഒരു സംഭവം പുള്ളിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പോസിറ്റീവ് സൈഡുകൾ മുഴുവൻ കിടക്കുന്നത് ആർക്കാണ്? അങ്ങ് ബാഴ്സലോണയ്ക്കാണ്. ആൻഡ് പഴയ കടമെല്ലാം വീട്ടാനുള്ളതാണല്ലോ, അപ്പോൾ വീട്ടുമായിരിക്കും. എന്താണ് നിങ്ങളുടെ പ്രൊഡിക്ഷൻ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ പ്രൊഡിക്ഷൻ ബാഴ്സലോണ ജയിക്കും എന്ന് തന്നെയാണ്.